മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ അച്ഛനെയും അമ്മയെയും തല്ലിച്ചതച്ച മാർക്കോയെ കോടതിയിൽ നിന്നും രക്ഷിച്ചതിൻ്റെ പേരിൽ കരുണ കണ്ണനെയും മഹിയെയും ചോദ്യം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കരുണയെ സപ്പോർട്ട് ചെയ്ത് ദുർഗയും ഉണ്ണിയും കണ്ണൻ്റെ നേരെ കയർക്കുമ്പോൾ മാർക്കോയുടെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് അയാളെ വെറുതെ വിട്ടത്. മാർക്കോയെ വെറുതെ വിട്ടതുകൊണ്ടല്ല, എൻ്റെ ചിത കത്തിത്തീരുന്നത് കാണാനായിട്ട് കഴിയാത്തതിലുള്ള അമർഷമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിലൊക്കെ പ്രതികരിക്കുന്നത് എന്ന് അവരുടെ വായടപ്പിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം മഞ്ജുവും അവിടെ എത്തി മഹിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഇവരൊറ്റ ഒരുത്തിയാണ്. ഇവർ അന്ന് രാത്രി ആ മാർക്കോയുടെ കൂടെ ഇറങ്ങിപ്പോകാനായിരിക്കും നോക്കിയിട്ടുണ്ടാകുക എന്നെല്ലാം മഞ്ജു മഹിയെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് ഇനി ഇത്തരം സംസാരങ്ങളുമായിട്ട് ഈ പഠിച്ചവിട്ടി പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുവിന് കണക്കിന് കൊടുക്കുന്നുണ്ട്. കണ്ണൻ്റെ വാക്കുകൾ കേൾക്കുന്ന മഞ്ജു ആണെങ്കിൽ ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മനസ്സമാധാനത്തോടെ ഈ വീട്ടിൽ കഴിയണം. അതിന് അനുവദിക്കാത്തവരാരായാലും അവരെ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് എല്ലാവർക്കുമായിട്ട് ഒരു വാണിംഗ് മുന്നറിയിപ്പ് കണ്ണൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരുണയാണെങ്കിൽ വീണ്ടും ഉണ്ണിയെ ഇതിൻ്റെ പേരിൽ ഇടിച്ച് ചാഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ മഞ്ജു. അപ്പോൾ മഞ്ജു എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നൊക്കെ കരുതിക്കൊണ്ട് സീമന്തിനി മഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. അവർ കല്യാണത്തിന് മുൻപ് എന്തൊക്കെയാണ് മേഘേട്ടനെ പറഞ്ഞു പരത്തിയത്, അതെല്ലാം നുണയായിരുന്നു എന്നെല്ലാം സ്വാതി പറയുമ്പോൾ അവളായിരിക്കും കണ്ണിൽ കണ്ട ആണുങ്ങളുടെ കൂടെ പോയിട്ടുണ്ടാവും എന്ന് സീമന്തിനിയും പറയുന്നുണ്ട്. ഇതേ സമയം മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മേഘനും മാനസിയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആരും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് മഞ്ജു. അങ്ങനെ മേഘൻ്റെ തനി നിറം മഞ്ജു തിരിച്ചറിയുന്നുണ്ട്. തുടർന്ന് മേഘനെ വലിച്ചു കയറാനുള്ള ദേഷ്യത്തിൽ മഞ്ജു മേഘൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് തൻ്റെ മൊബൈലിൽ വന്നിട്ടുള്ള ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞെട്ടിത്തെറിച്ച് പോവാണ് മേഘൻ. ഇത് ഒരുപാട് കാലം മുൻപുള്ള ബന്ധമൊന്നുമല്ല, ഇതാരാണെന്ന് എനിക്ക് അറിയണമെന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട് കേട്ടോ. മേഘനോട് വെട്ടി തുറന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിൻ്റെ ആ ചോദ്യത്തിന് മുൻപിൽ ശരിക്കും പെട്ടു പോകുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് ഇത് മോളെ ശത്രുക്കൾ ആരോ ഒപ്പിച്ച പണിയാണെന്നും ഫോട്ടോഷോപ്പ് ചെയ്ത് നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് മേഘൻ പിടിച്ചു നിൽക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മഞ്ജു അതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല കേട്ടോ. മേഘനാണെങ്കിൽ ഇവളുടെ ഫോണിലേക്ക് ഇതാരായിരിക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവുക? ആ സാഗർ തന്നെയായിരിക്കും. അവന് മാത്രമേ ഞാനും മാനസികമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയൂ. ഇതവൻ എന്നോടുള്ള പ്രതികാരം തീർക്കുന്നത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മേഘൻ ഉടനെ തന്നെ സാഗറിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് സാറ് പറയുന്നതെന്ന് സാഗർ തിരിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ചില ബന്ധങ്ങളെക്കുറിച്ച് നിനക്കറിയാമെന്ന് മേഘൻ പറയുന്നത് മഞ്ജു മേഘൻ്റെ നാവിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മേഘൻ വീണ്ടും തൻ്റെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചെല്ലാം സാഗറിനോട് സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മേഘൻ ഒരു ചതിയനാണെന്നും കണ്ണേട്ടൻ പറഞ്ഞതൊക്കെ ഏതാണ്ട് ശരിയായി വരികയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മഞ്ജു മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് സീമന്തിനിയാണെങ്കിലും സ്വാതിയൊക്കെ ചേർന്ന് മേഘനെ ന്യായീകരിച്ച് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവിന് മേഘൻ്റെ ചുറ്റുക്കളെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെ എന്തോ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് അങ്ങനെ കമലേശ്വരത്ത് തന്നെ തിരിച്ചെത്തുകയാണ് കേട്ടോ മഞ്ജു. എന്തായാലും മേഘനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി കണ്ണനും മഹിയുമാണ് ശരി എന്നൊരു തിരിച്ചറിവോടുകൂടി തന്നെയാണ് കേട്ടോ മഞ്ജു എത്തുന്നത്. അപ്പോൾ ദുർഗയാണെങ്കിൽ മഞ്ജു പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ട് ഇങ്ങനെ അമ്പരന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ എത്തുന്ന നമ്മുടെ കണ്ണനും മഹിയാണെങ്കിൽ മഞ്ജുവിൻ്റെ ആ വരവ് കണ്ടിട്ട് മേഘൻ്റെ സ്വഭാവം മഞ്ജു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവളുടെ ആ വരവ് എന്ന് അവരും തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും കണ്ണേട്ടനും മഹിയും പറഞ്ഞതെല്ലാം സത്യമാണ്. മേഘൻ ഒരു ചതിയനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് മഞ്ജുവിന് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും മഞ്ജുവിന് ഈ ചതി പറ്റിയതുകൊണ്ട് തന്നെ ദുർഗയും ഉണ്ണിയും ഒക്കെ ഇനി കണ്ണൻ്റെയും മഹിയുടെയും നന്മ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്